വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി LDFിലെ CPIM അംഗം വത്സല ബാബു എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ബ്ലോക്ക് പഞ്ചായത്തിലെ എടക്കുളം ഡിവിഷനെയാണ് വത്സല ബാബു പ്രതിനിധീകരിക്കുന്നത്. പുത്തഞ്ചിറ ഡിവിഷൻ അംഗം റോമി ബാബു നിർദ്ദേശിച്ച വത്സല ബാബുവിനെ തുമ്പൂർ ഡിവിഷൻ അംഗം KK ശിവൻ പിന്താങ്ങി. എതിരില്ലാത്ത സാഹചര്യത്തിൽ വരണാധികാരി K സന്ധ്യ വത്സല ബാബുവിനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. തുടർന്ന് വരണാധികാരി K സന്ധ്യയ്ക്ക് മുൻപിൽ സത്യപ്രതിജ്ഞ ചെയ്ത് വത്സല ബാബു ചുമതലയേറ്റു. പൂമംഗലം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള വത്സല ബാബു CPIM ഇരിഞ്ഞാലക്കുട ഏരിയ കമ്മിറ്റി അംഗമാണ്. 14 അംഗ ഭരണസമിതിയിൽ LDFിന് 12ഉം UDFിന് 2ഉം എന്നതാണ് കക്ഷിനില. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി LDFിലെ CPI അംഗം ആലീസ് തോമസ് തിരഞ്ഞെടുക്കപ്പെട്ടു. ബ്ലോക്ക് പഞ്ചായത്തിലെ പൂവത്തുംകടവ് ഡിവിഷനെയാണ് ആലീസ് തോമസ് പ്രതിനിധീകരിക്കുന്നത്. എനിക്ക് നിൽക്കാൻ കഴിഞ്ഞത് എന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഇന്നലെ നാളെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആത്മവിശ്വാസവും അതിനാവശ്യമായ രീതിയിലേക്കുള്ള നിറഞ്ഞ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഞാൻ നിങ്ങളെല്ലാം മുന്നിൽ നിൽക്കുന്നത് എന്നത് മാത്രമാണ് ഔപചാരികമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഏറ്റവും നല്ല രീതിയിലേക്ക് കഴിഞ്ഞുപോയ കാലങ്ങളിൽ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത പ്രവർത്തനങ്ങളെ ഏറ്റക്കുറച്ചിലുകളുടെ കുറവുകളെല്ലാം ഇവിടെ ഗുണങ്ങളെ കുറിച്ച് സംസാരിച്ച പ്രസിഡന്റ് ജനപ്രതികൾ നന്നായി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഭരണസമിതി ഇവിടെയുള്ള ഉദ്യോഗസ്ഥരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പോരായ്മകളെ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റക്കുറച്ചിലുകൾ മറ്റുള്ളവരിൽ നിന്ന് സംശയിച്ചുകൊണ്ട് നല്ല രീതിയിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന പ്രതീക്ഷ